ഉപാസന കൊണ്ട് എല്ലാം നേടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും എന്ന ഉത്തരം. ജന്മന സൂര്യൻ അവയോഗിയായിരിക്കുന്ന ഒരാൾ വിഷ്ണുമായെ കൊണ്ട് രക്ഷപ്പെടുമോ? രക്ഷപ്പെടത്തില്ല. കാര്യം അവിടെ മകനാണ് വിഷ്ണുമായ, അപ്പൻ മഹാദേവനാണ്. ഓരോ ജാതകത്തിനും എല്ലാ ജാതകത്തിലും. പക്ഷേ ഗുരുതിയുടെ സങ്കല്പം വരുന്നത് ഒരു ജീവന്റെ ശക്തി കൊടുക്കുക എന്നല്ലേ? കോഴി വെട്ടി കൊടുക്കുമ്പോൾ ജീവൻ ഭദ്ര എടുക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഇത്രയും വലിയ ശക്തിയായിട്ട് ആ ശക്തിക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ചിന്താശേഷി ഇല്ലാത്തത് കൊണ്ടല്ലേ? ഇതെല്ലാം നമ്മുടെ ഒരു തോന്നൽ മാത്രമായിരിക്കും. അല്ല, തോന്നൽ മാത്രമല്ല, പുകലമാണോ. അപ്പം നമ്മളവിടെ ഒരു അറുകൊല സാന്നിധ്യത്തെ പറയണം എന്നാണ് ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഒരു ഗുരുനാഥനെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പീച്ചി വേലായുധൻ എന്ന് പറയും. കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ ഇങ്ങനെ കൈയൊക്കെ മുറിച്ച് കോഴിക്കല്ലിലോട്ട് ഇങ്ങനെ രക്തമൊക്കെ കൊടുത്തോണ്ടിരുന്ന ഒരു അറുകൊലയാണ്. കാലഭൈരവ മൂർത്തിയെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഭഗവാനെ, നീ എന്നെ കാത്തോണം. പോകുന്ന യാത്രാ മധ്യേ എനിക്ക് പെട്ടെന്നൊരു ഇങ്ങനെ ഒരു മയക്കം പോലെ വന്നു. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഞാൻ കാണുവാണ് മെലിഞ്ഞ ഒരു പട്ടി ഇങ്ങനെ നടന്നു പോയിട്ട് ഇവരുടെ വീട്ടുപറ്റി ചെല്ലുമ്പോൾ അത് ബോധം കെട്ട് താഴോട്ട് വീഴുന്നു. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ഈ കാലഭൈരവനേക്കാൾ ഏതോ ശക്തനായ ഒരു മഹാദേവ സാന്നിധ്യം. ഈ കാലഭൈരവൻ അദ്ദേഹത്തിന് മുന്നേ ഒന്നുമല്ല എന്ന് കാണിച്ചതാണ് നമ്മളെ. അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ ആര് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു മൂർത്തിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു കിട്ടി. അപ്പോൾ അത് ആനമർദ്ദ എന്ന് പറയും. ഈ ഉപാസനകൾ എല്ലാവരും പറയുന്നതാണ്, ഉപാസനകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശക്തികൾ ലഭിക്കും, നമ്മുടെ ജീവിതം മാറി മറിയും, നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവും എന്നെല്ലാം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഉപാസന എന്നൊരു ചോദ്യമില്ലേ? ആരെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്? എങ്ങനെയാണ് ഉപാസിക്കേണ്ടത്? എവിടെ നിന്നാണ് നമ്മൾ ഉപാസന തുടങ്ങേണ്ടത്? പറയാം. ഉപാസന കൊണ്ട് എല്ലാം നേടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും എന്ന ഉത്തരം. എന്തും നേടാൻ പറ്റും ഉപാസന കൊണ്ട്. പക്ഷേ ഉപാസകൻ ആയിരിക്കുന്ന ഒരാൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അവനവൻ്റെ ജാതകപ്രകാരമുള്ള ഉപാസനയാണോ നമ്മൾ എടുത്തിരിക്കുന്നതെന്നുള്ളതാണ്. ഉപാസന ഒരാൾ ഒന്നും അറിയത്തില്ലാത്ത ഒരുത്തൻ ഉപാസന എടുക്കുമ്പോൾ ഇവന് സ്വന്തം ധർമ്മദേവത ഒരുപക്ഷെ ബാധയായിട്ട് നിൽക്കുമ്പോൾ രക്ഷ പിടിക്കാൻ വേണ്ടിയായിരിക്കും ഈ ഉപാസന എടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ വിഷ്ണുമായ ഭയങ്കര ഈ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും കയറി വിഷ്ണുമായ എടുക്കും. പക്ഷേ മഹാദേവൻ ബാധയായിട്ട് നിൽക്കുന്ന ഒരുത്തൻ ഇല്ലേ, ജന്മന സൂര്യൻ അവയോഗിയായിരിക്കുന്ന ഒരാൾ വിഷ്ണുമായെ കൊണ്ട് രക്ഷപ്പെടുമോ? രക്ഷപ്പെടത്തില്ല. കാര്യം അവിടെ മകനാണ് വിഷ്ണുമായ, അപ്പൻ മഹാദേവനാണ്. അപ്പനെതിരായി നിൽക്കുന്നിടത്ത് മകന് വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ നടക്കത്തില്ല. രണ്ടാമത്തെ കാര്യം വരുന്നത് ശനി അവയോഗിയായിട്ടിരിക്കുന്ന ആളാണ്. ശനി മൂർത്തിയിൽ വരുന്നതാണ് ഈ വിഷ്ണുമായ. ചാത്തന്മാർ മൊത്തം ശനിമൂർത്തികളിൽ വരുന്നതാണ്. ശനി അവയോഗിയായിട്ട് നിൽക്കുന്ന ഒരുത്തൻ ഈ വിഷ്ണുമായെ പോയി എടുത്താൽ എന്താ സംഭവിക്കുക? അവിടെയും ദോഷം സംഭവിച്ചേക്കാം. കാര്യം ഗുണം ഉണ്ടാവത്തില്ല. പിന്നെ ഉപാസകനല്ലേ എന്ന് കരുതി ഭഗവാൻ രക്ഷപ്പെടാനുള്ള ഒരുത്തൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കും. നീ ഈ വഴി പോയാൽ ചിലപ്പോൾ നീ രക്ഷപ്പെട്ടേക്കും, നീ എന്നെ പ്രാർത്ഥിച്ചതല്ലേ, അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ അടുത്ത് കൊണ്ടുവന്ന് എത്തിക്കും. ശരിക്കും ഒരു ഉപാസകൻ ചെയ്യേണ്ടുന്ന കാര്യം, ഉപാസകൻ ഒരു ഉപാസന അങ്ങോട്ട് തുടങ്ങുമ്പോൾ ആ ഉപാസനാ മൂർത്തി ആരാണോ ആ മൂർത്തി ചെയ്യുന്ന കാര്യം ഇവൻ എന്തൊക്കെ ദോഷമുണ്ടോ ആ ദോഷത്തെ മൊത്തം അങ്ങോട്ട് തട്ടി മാറ്റുക ചെയ്യുന്നത്. ദുരിതത്തെ മനഃപൂർവ്വമായിട്ട് ഇദ്ദേഹം മാറ്റി നിർത്തിക്കൊണ്ട് ഇവനെ രക്ഷിക്കാൻ നോക്കുമ്പം അതിൽ സ്വന്തം പിതൃ ഉണ്ടാവാം, സ്വന്തം ധർമ്മദേവതകളുണ്ടാവാം, അവർക്കൊട്ടൊക്കെ തട്ട് കിട്ടുന്നുണ്ട്. തട്ട് കിട്ടിയിട്ടാണ് ഈ ഉപാസനാമൂർത്തി ഇയാളെ രക്ഷിക്കാൻ നോക്കുന്നത്. പക്ഷെ ശരിയായ രീതി എന്ന് പറയുന്നത് നമ്മുടെ ജാതകം നോക്കി നമ്മൾ വിളിക്കേണ്ട ദേവൻ ആര് എന്ന് കണ്ടെത്തി അതിനെ വിളിക്കുമ്പോൾ നമുക്ക് ഗുണമുണ്ടാവും. ദുരിതം കാണും, നമ്മുടെ ദേവതകളുടെ ദുരിതം കാണും. ആ ദുരിതത്തെ മൊത്തം മാറ്റിക്കളയണം, നമ്മളിൽ നിന്ന് എടുത്തു കളയണം. അതിനുശേഷം ഉപാസനാമൂർത്തി എടുക്കുമ്പോൾ ഭയങ്കരമായ പോസിറ്റിവിറ്റി ഉണ്ടാകും. ഓരോ ജാതകത്തിനും എല്ലാ ജാതകത്തിലും ഒരു ഉപാസനാമൂർത്തി ഉണ്ടാകും. ചിലർക്ക് മുൻജന്മങ്ങളിൽ ഭയങ്കരമായ ദോഷങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളവനാണെങ്കിൽ എല്ലാ ജാതകത്തിൻ്റെയും കൂടെ ഒരു ഗ്രഹത്തിൻ്റെ കൂടെ ഒരു ഗുളികൻ്റെ ദൃഷ്ടി ഉണ്ടാവും, ഒരു പ്രേതത്തിൻ്റെ ദൃഷ്ടി ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവൻ ഈ ഉപാസന എടുക്കുമ്പോൾ ഈ ഗുളികനും കൂടെ കയറി വന്ന് ദുരിതം ഉണ്ടാക്കും. ആ ദുരിതം ഉണ്ടാക്കുന്നത് കൊണ്ട് ജാതകം നന്നായിട്ട് പരിശോധിച്ചിട്ട് ഉപാസന എടുക്കണം. അപ്പം അങ്ങനെയുള്ളവർ ഈ ഗുളികൻ്റെ ദൃഷ്ടി ഉപാസനാമൂർത്തിയുടെ കൂടെ നിൽക്കുന്നവർ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ക്ഷേത്രത്തിൽ പോയി ഇവനെ രക്ഷിക്കാൻ ഒരു മൂർത്തി എന്തായാലും ഉണ്ടാവും. ആ മൂർത്തിക്ക് പോയി വഴിപാട് കൊടുക്കണം. ക്ഷേത്രത്തിൽ പോയി വഴിപാട് കൊടുക്കണം. നമ്മൾ ഡയറക്റ്റ് ഉപാസിക്കരുത്. കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ ദക്ഷിണ കൊടുത്ത് മടങ്ങിപ്പോരണം. അതാ ചെയ്യേണ്ടത്. അപ്പോഴും ആ അനുഗ്രഹം നമുക്ക് കിട്ടും. ഇപ്പം ചിലർക്ക് മഹാദേവനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ ഉപാസനാമൂർത്തിയായിട്ട് ദുർഗാദേവിനെയാണ് കാണുന്നത്. അപ്പം നമ്മളിത് അവരോട് പറയുമ്പോൾ അവർ പറയും, യോ എനിക്കത് പറ്റത്തില്ല, എനിക്ക് മഹാദേവനെ തന്നെയാണ് ഇഷ്ടം, ഞാൻ അതേ ചെയ്യുള്ളൂ എന്ന് പറയും. ചെയ്യണ്ടെന്ന് നമ്മൾ പറയത്തില്ല, ചെയ്തോ, പക്ഷെ അതിനെ ചൊല്ലി ദുരിതം വരാം.
കറക്റ്റ് ഉപാസന അല്ലെങ്കിൽ അതൊരു പഴുത നമ്മളിലേക്ക് കയറി വരാനുള്ള ഒരു പഴുത, ആ പഴുതിൽ കൂടി ശത്രു കയറി വരും. അപ്പോൾ അങ്ങനെ പഴുതടച്ച് എപ്പോഴും ഉപാസന എടുക്കാവുള്ളൂ. അപ്പോൾ ഈ ദുർഗാദേവിയെ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, കുഴപ്പമില്ല. ഈ ദുർഗാദേവി മഹാദേവന്റെ അനുഗ്രഹവും കൂടെ മേടിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കും. അതാണ് ഉപാസന എന്ന് പറയുന്നത്. അങ്ങനെ കറക്റ്റ് ഉപാസന എടുക്കണം, അല്ലെങ്കിൽ ദോഷം ഉണ്ടാവും. ഇപ്പോൾ ഈ ഉപാസനകൾ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഈ ഭദ്രകാളി ഉപാസന ചെയ്യുന്ന ആളുകൾ അവർ പലപ്പോഴും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത് ഇപ്പോൾ മാംസം വെച്ച് പൂജിക്കുക, മദ്യം വെച്ച് പൂജിക്കുക, കോഴിയെ വെട്ടുക, ഇത്തരത്തിലുള്ള ഉപാസന പ്രക്രിയയിലൂടെ ഒക്കെ പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ശരിയായ വിധാനം തന്നെയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ സാത്വികമായിട്ടുള്ള ഉപാസന രീതികളാണ് യഥാർത്ഥത്തിൽ ഒരാൾ ചെയ്യേണ്ടത്? അയാളുടെ ഉപാസന രീതി ഇപ്പോൾ ഏത് മാർഗമാണ് എന്ന് അയാൾ എങ്ങനെ നിശ്ചയിക്കും? ആദ്യമായിട്ട് ഒരാൾ ഉപാസന എടുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആദ്യമൊക്കെ അതിന് കുറച്ച് ചിക്കനും ബീഫും ഒക്കെ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്? അല്ലല്ലോ, അതിന് അതിൻ്റെതായ രീതിയുണ്ട്, ആ രീതിയിൽ എടുക്കണം. ഏത് ദേവനെ ആദ്യം എടുക്കുന്നത്? ഭദ്രകാളിയാണോ എങ്കിൽ കോഴിവെട്ട് നിർബന്ധം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ പോക്ക്. അത് തെറ്റാണ്. ഇവൻ ചെയ്യുന്ന മണ്ണിൽ, ഉപാസകൻ ആരോ അവൻ ചെയ്യുന്ന മണ്ണിൽ ഒരു ബ്രഹ്മരക്ഷസോ ശുദ്ധമായിട്ടുള്ള ഒരു നാഗമോ ഉണ്ടെന്ന് കരുതുക. ഇവൻ ആ അല്ലെങ്കിൽ പോട്ടെ അവൻ്റെ പിതൃപരമ്പരയിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ അവൻ്റെ ധർമ്മദേവതാ സ്ഥാനത്ത് ഒരു മുരുക ഭഗവാൻ ഉണ്ടെന്ന് കരുതുക. മുരുക ഭഗവാന്റെ കൊടിയുടെ അടയാളമാകുന്നു കോഴി. അപ്പോൾ ആ കോഴിയെ ഇവൻ ഭദ്രകാളിയെ വെച്ച് ഉപാസന എടുത്തിട്ട് ഇതിനെ വെട്ടുമ്പോൾ 3 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, മുരുക ഭഗവാൻ എതിരാകും. സകല മലകൾക്കും അധിപതിയാകുന്നു പളനിയാണ്ടവൻ. എതിരാകും സകല മലകളും, സകല മലമൂർത്തികളും, സകല ദേശമൂർത്തികളും, സർവ്വ സൈന്യാധിപനാണ്. മൊത്ത ദേവത എതിരാകും. 2, ബ്രഹ്മരക്ഷസ് അവിടെ ബാധയാവും. കാര്യം ശുദ്ധനായിരിക്കുന്ന ബ്രാഹ്മണൻ്റെ അടുക്ക കൊണ്ടുവന്ന് കോഴി വെട്ടിയിട്ട് കൊടുത്തു. അപ്പോൾ അവിടെ അശുദ്ധി വന്നു. ആ അശുദ്ധിയിൽ ഇവന് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. ഇവന് ബ്രഹ്മരക്ഷസ് ബാധയായാൽ ഉണ്ടാകുന്ന സകല രോഗങ്ങളും ഉണ്ടാകും. അവിടെ സർപ്പം എതിരാകും. സർപ്പത്തിന് അശുദ്ധി വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. സർപ്പം എതിരാകും. സർപ്പം എതിരായി കഴിയുമ്പോഴേക്കും ഇവൻ്റെ സാമ്പത്തിക സ്രോതസ്സും മാറും. മാത്രമല്ല ഇവൻ്റെ കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥതകളും അസുഖങ്ങളും ഉണ്ടാവും. ഇവൻ്റെ കുടുംബജീവിതം താറുമാറായി പോവും. മനസ്സിലായി? ഇതിവൻ കണ്ടുപിടിക്കുന്നുമില്ല. കാര്യം ഇവന് മണ്ണിൽ ഉള്ള മൂർത്തി ഏതാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കുന്നില്ല. ഇവൻ്റെ ധർമ്മദേവസ്ഥാനത്ത് മുരുകൻ ഉണ്ടോ എന്ന് ഇവൻ അറിയില്ല. അതുകൊണ്ട് ഇത് ഇവൻ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് അപ്പോൾ വീണ്ടും കോഴി വെട്ടും. ഒരു കോഴി വെട്ടിയത് കൊണ്ട് ശരിയാകാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് വീണ്ടും വെട്ടും. ലാസ്റ്റ് നിലംപരിശായി കഴിയുമ്പോൾ നിലത്ത് നിൽക്കും. അപ്പം മനസ്സിലാകും ഇതല്ലായിരുന്നു ഉപാസന എന്നും പറഞ്ഞ് പിന്നെയും അടുത്ത ഉപാസനയിലേക്ക് പോകും. അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ശരിയായ ഉപാസന എന്ന് പറയുന്നത് ദേവതയ്ക്ക് ആദ്യമേ കോഴി വെട്ടി കൊടുക്കുന്നതിലല്ല കാര്യം. എല്ലാ ദേവതയും ഇങ്ങനെ കോഴി വെട്ടി സ്വീകരിക്കാനിരിക്കുന്ന ദേവതകളല്ല. അവർ എത്ര ഉഗ്രശക്തിയാണെങ്കിലും, എത്ര ബലമുള്ള, എത്ര ഉഗ്ര കോപത്തിൽ ഇരിക്കുന്നവനെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത്, നമ്മുടെ സ്നേഹം കൊടുത്തോ നമ്മുടെ പരിചരണം കൊണ്ടോ ഒക്കെ അവർ കാലാന്തരത്തിൽ അവർക്ക് മാറ്റം വരും. ഒരു ദേവത ഇങ്ങനെ കോഴിയുടെ ഗുരുതി എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ദേവതകളല്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് ആദ്യം ഒരു മൊന്ത വെള്ളം കൊടുക്കുക. ആ വെള്ളത്തിന് വലിയ ചിലവൊന്നും ഇല്ലല്ലോ, അത് കൊടുക്കുക. പിന്നെ നമ്മുടെ സ്നേഹം, നമ്മൾ ഭഗവാനെ അങ്ങോട്ട് വിളിക്കുമ്പോൾ നമ്മൾ ദേവനും മനുഷ്യനും തമ്മിലുള്ള ഒരു അന്തരമുണ്ട്. അങ്ങനെയല്ല വിളിക്കേണ്ടത്. അവരെ അമ്മയായിട്ടും അച്ഛനായിട്ടും ഒക്കെ കണ്ട് സ്നേഹത്തോടെ വിളിക്കുക. അങ്ങനെ വിളിക്കുമ്പോൾ ഈ ഉപാസനാമൂർത്തി കയറി വരും. ആ സമയത്ത് നമുക്കൊരു പഴമോ വലിയ ഒരു മൊന്ത വെള്ളമോ എന്തെങ്കിലും കൊടുക്കാം. പിന്നെ ഈ കോഴിവെട്ട് എന്ന് പറഞ്ഞ ആ സമ്പ്രദായത്തിന് പകരമായിട്ട് മഞ്ഞളും ചുണ്ണാമ്പും കൂടെ കലക്കി കുറച്ച് മലരും ഇട്ട് കുറച്ച് ശർക്കരയും കൂടി ഇട്ട ശുദ്ധമായ ഗുരുതിയായി. അതിന് അശുദ്ധിയില്ല. ഈ മണ്ണിയിരിക്കുന്ന ദേവതയ്ക്കും അശുദ്ധിയില്ല, സർപ്പത്തിനും അശുദ്ധിയില്ല, ബ്രഹ്മരക്ഷസിനും അശുദ്ധിയില്ല, മുരുക ഭഗവാനും അശുദ്ധിയില്ല. അത് കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ അത് തെറ്റില്ല. പക്ഷേ ഗുരുതിയുടെ സങ്കല്പം വരുന്നത് യഥാർത്ഥത്തിൽ ഒരു ജീവന്റെ ശക്തി കൊടുക്കുക എന്നല്ലേ? അപ്പോൾ ഈ മഞ്ഞളും ഇതാവുമ്പോൾ അതിലൊരു ജീവന്റെ ശക്തി ഇല്ല. പക്ഷെ കോഴിയെ ഉഴിഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, ഉഴിഞ്ഞ് അവിടെ സമർപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ ഒരു ഗുരുതി ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ ദേവതകൾക്ക് പലർക്കും ഇതെന്താണെന്ന് ചിന്തിച്ചെടുക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് തിരിക്കുമ്പോൾ ഇവർ അങ്ങോട്ട് തിരിയുക, ഇങ്ങോട്ട് മാറാൻ പറയുകയും ചെയ്യുന്നത്. ഇവർ സ്വന്തമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ തിരിക്കുന്നിടത്തോട്ടൊക്കെ തിരിയുകയില്ല. ഈ ജീവൻ കൊടുക്കണം എന്നുള്ള സങ്കല്പം തന്നെ ആരോ പണ്ട് പറഞ്ഞു വെച്ചേക്കുന്ന കാര്യമാണ്. കോഴി വെട്ടി കൊടുക്കുമ്പോൾ ജീവൻ ഭദ്ര എടുക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഇത്രയും വലിയ ശക്തിയായിട്ട് ആ ശക്തിക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ചിന്താശേഷി ഇല്ലാത്തത് കൊണ്ടല്ലേ. ഇപ്പോൾ ഞാൻ രാഹുലിനെതിരെ ഒരു ദേവതയെ തിരിച്ചാൽ രാഹുലിന്റെ ന്യായവും നീതിയും നോക്കത്തില്ല. ഭദ്രകാളി ബാധയാകണമെന്ന് പറഞ്ഞാൽ ആകത്തില്ലേ? അതേ ഭദ്രകാളി എനിക്കെതിരെ തിരിക്കത്തില്ലേ? തിരിക്കാം.
അപ്പോൾ അവർ സത്യവും ധർമ്മവും അവർക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ആര് പറഞ്ഞാലും അവരങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. ഇപ്പം ഞാൻ ഒരു പോയിന്റും കൂടെ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടെ അതും കൂടെ കൂട്ടിച്ചേർക്കാം. ദേവത ഒരിക്കലും ഒരാളുടെ ജീവൻ വേണമെന്ന് പറഞ്ഞ് വന്നിട്ടില്ല, എങ്ങും വന്നിട്ടില്ല. ചിലരൊക്കെ പല ഗുരുതികളും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ദേവൻ എടുക്കണമെങ്കിൽ അത് നേരിട്ടെടുക്കാനുള്ള ശക്തിയില്ലേ, നേരിട്ടെടുക്കാൻ മേലേ. ഒരു വാഹനാപകടങ്ങൾ പലതും ഭദ്രകാളി ബാധയാണ്. രക്തം വാർന്നുള്ള മരണം ഭദ്രകാളി ബാധയാണ്. ക്യാൻസർ ബാധിച്ച് മൊത്തം വെട്ടിക്കീറി മുറിച്ച് അങ്ങനെ മരണപ്പെടുന്നത് ഭദ്രകാളിയും സർപ്പവും ബാധയാകുമ്പോഴാണ്. അതെല്ലാം വേണമെങ്കിൽ ഭദ്രകാളിക്ക് എടുക്കണമെങ്കിൽ അവർക്ക് എടുക്കാനറിയാം. നമ്മളോട് വന്നിട്ടൊരു ജീവൻ എന്താന്ന് പറഞ്ഞ് ഭദ്രകാളി ചോദിക്കുകയില്ല. നമ്മൾ അങ്ങോട്ട് പറയുവാണ്, നമ്മളങ്ങോട്ട് വാക്ക് കൊടുക്കുക, ഞാനൊരു ജീവൻ അങ്ങ് തന്നേക്കാം. അപ്പോൾ എന്താ, മനുഷ്യനും ഇരുകാലിയാണ്, കോഴിയും ഇരുകാലിയാണ്. മനുഷ്യനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പകരം കോഴിയെ കൊണ്ടുവന്ന് ഇന്നാന്ന് പറഞ്ഞ് കൊടുക്കും. അതിനെ കൊണ്ടൊന്ന് ഒഴിഞ്ഞു വെക്കാമല്ലോ എന്നാണ് ഞാൻ ചോദിക്കും. ഇനി അങ്ങനെ കൊന്നേ നിർബന്ധമുള്ളൂ എന്ന് ഉള്ള കുല ആചാരം ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ ഒന്നും ഞാൻ എതിർക്കുന്നില്ല. അവർ അവരുടെ ഇഷ്ടത്തിന് പോകുന്നു, ഞാൻ എൻ്റേതായ രീതിയിൽ പോകുന്നു. അവരുടെ ആചാരങ്ങളെയൊന്നും ഹനിക്കാൻ ഞാനാണല്ല. അങ്ങനെയുള്ളവർക്ക് ഈ കോഴിയെ കൊണ്ടൊന്ന് ഒഴിഞ്ഞു വെച്ചാലും ആ കോഴി എന്തെങ്കിലും ചാകുന്ന സമയത്ത് അതിൻ്റെ ജീവൻ ഭഗവതിക്ക് കിട്ടത്തില്ലേ, അങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ ഇവർക്ക് ആ കളറാണ് കാണേണ്ടത്, ആ ചുവപ്പ് കളറാണ് കാണേണ്ടത്. അപ്പോൾ ആ മഞ്ഞളും ചുണ്ണാമ്പും കൂടെ കലക്കി വെച്ചാൽ മതി. അത് ഭൂതഗണങ്ങളാണ് സ്വീകരിക്കുന്നേ. ഇതെല്ലാം നമ്മുടെ ഒരു തോന്നൽ മാത്രമായിരിക്കും. അല്ല, തോന്നൽ മാത്രമല്ല. അങ്ങനെ തോന്നൽ മാത്രമാണെങ്കിൽ നമ്മൾ ഒരാളുടെ കാര്യം ഒരു ദോഷം മാറ്റാൻ വേണ്ടി എടുക്കുമ്പോൾ, ഭദ്രകാളി ബാധയായിട്ട് 4 ആക്സിഡൻറ്റ് കഴിഞ്ഞ ഒരാളുടെ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഭദ്രകാളി ബാധയെന്ന് കണ്ടു. ഭദ്രകാളി ബാധയെന്ന് കണ്ടപ്പോൾ അപ്പം നമ്മൾ ചെയ്തത്, ഭദ്രകാളിക്ക് ഗുരുതി കൊടുത്താലേ തൃപ്തിയാവുന്നുള്ളൂ. ഞാൻ കൂടുതലും ഈ പഴങ്ങളും പായസമൊക്കെ ഉണ്ടാക്കിയാൽ കൊടുക്കൽ, കടും പായസമൊക്കെയാണ് കൊടുക്കൽ. ചിലപ്പോൾ അന്നേരം പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന അവലോ മലരോ ശർക്കരയോ പഴവോ കുറച്ച് മധുരം കൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കും. കുറച്ച് ചുണ്ണാമ്പും മഞ്ഞളും കൂടെ കലക്കി ഒരു കുഞ്ഞു ഗുരുതിയായിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും. അതിലും കുറേ ശർക്കര ഇടും. അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ദോഷം മാറുന്നത്? ഇത് സ്വീകരിച്ചിട്ട് അവർ ആ ദോഷത്തിൽ നിന്ന് വിട്ടൊഴിയുക. പിന്നീട് അയാൾക്ക് ഒരിക്കലും പോലും ഒരു അപകടം വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അതവിടെ ബാധയാണെന്നുള്ളതല്ലേ. ഞാനും ഇതൊക്കെ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ആളാണ്. മനസ്സിലായോ? അതല്ലാണ്ട് ഒരിക്കലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഭദ്രകാളി ബാധയാണ്, ഓ അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് ചെന്ന ആളല്ല. ഞാൻ ഒരാളുടെ ദോഷം മാറ്റി കൊടുത്തതിന് ശേഷം അയാൾക്ക് അങ്ങനെ വന്നിട്ടില്ല, അപ്പോൾ അത് ഭദ്രകാളി സ്വീകരിച്ചു എന്നല്ലേ എൻ്റെ അർത്ഥം, അല്ലേ? അങ്ങനെയാണ് അവർ ഈ ഭദ്രകാളി വന്നാലും ഇല്ല മറ്റു ദേവതകളെ കണ്ടിട്ടുള്ളവർ ആ ദേവനല്ല നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ദേവൻ്റെ കൂടെ നമ്മുടെ ഒരു ഗുരുനാഥൻ ഉണ്ടാവും. ആ ഗുരുനാഥൻ്റെ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. ചില ദേവതകൾ ഇങ്ങനെ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് ചിലർ പറയുമല്ലോ, അത് കൂടെ ഒരു ഗുരുനാഥൻ നിൽപ്പുണ്ട്. ആ ഗുരുനാഥനാണ് നമ്മളോട് പറയുന്നത്. ദേവൻ ഒരിക്കലും വാ തുറക്കത്തില്ല, സംസാരിക്കത്തില്ല. ഇതിന്റെ ഇടയിൽ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഗുരുനാഥന്മാരുണ്ടാവും. ഉണ്ടാവും. അവരാ നമ്മളെടുത്ത് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എടുത്ത ഒരു കർമ്മമാണ്. അതിൽ മലനട മുത്തപ്പൻ എന്ന് പറഞ്ഞിട്ട് ഈ മലയിലുള്ള ഒരു മുത്തപ്പനുണ്ട്. അത് അദ്ദേഹത്തിന് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് നിരവധിയായിട്ട്. ഒരാളുടെ കുടുംബത്തിൽ മലനട മുത്തപ്പൻ ബാധയായിട്ട് വന്നു. ശരിക്കും അദ്ദേഹം ആചരണമില്ലാതെ ബാധയായതാണ്. അപ്പോൾ എനിക്കന്ന് കാലഭൈരവനെ വെച്ചിട്ട്, അപ്പോൾ അന്നൊന്നും നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് അങ്ങ് ചെയ്യും. അപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ വീട്ടിൽ ഭയങ്കര ദോഷമാണ്, ഭയങ്കര പ്രശ്നമാണ്, എന്തെല്ലാം ചെയ്തിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് അടുപ്പമുള്ളവരുമാണ്. നമ്മൾ സംസാരിച്ച് പിന്നീട് അവരുടെ കുടുംബമായിട്ട് അങ്ങ് യോജിച്ച് പോയതാണ്. അപ്പോൾ അവർ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഇവരെ വിളിച്ചിരുത്തി ചോദിച്ചു, നിങ്ങളിവിടെ എന്തെങ്കിലും എന്നോട് പറയാത്തതായ എന്തെങ്കിലും ആചാരങ്ങൾ നിങ്ങളിവിടെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവർ ജീവൻ പോയ എന്നോട് പറയത്തില്ല. അവരുടെ അടുത്ത് പറയുമ്പോൾ ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല എന്നേ പറയുന്നുള്ളൂ. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എന്താണ് ഈ ബീഡിയുടെ മണം ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ അവരുടെ വീട്ടിൽ ആരും അങ്ങനെ ചെയ്യുന്നതല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പുകല മണമൊക്കെ. അപ്പം നമ്മളവിടെ ഒരു അറുകൊല സാന്നിധ്യത്തെ പറയണം എന്നാണ് ലക്ഷണം വെച്ച് പറയുന്നത്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ സ്മെല്ല് വരുന്നേ എന്ന് പറയുമ്പോൾ ഈ നിരീശ്വരവാദികൾ പറയാം അടുത്തുനിന്ന് വല്ലവരും വലിച്ചതായിരിക്കുന്നത്. അങ്ങനല്ല, ആ ഏരിയയിലെങ്ങും വേറെ വീടുകളൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, അത് ഞങ്ങൾ ആലപ്പുഴയിൽ ഒരിടത്ത് പോയപ്പം ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഒരു ഗുരുനാഥനെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പീച്ചി വേലായുധൻ എന്ന് പറയും. വേലായുധൻ സ്വാമി എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ ഇങ്ങനെ കൈയൊക്കെ മുറിച്ച് കോഴിക്കല്ലിലോട്ട് ഇങ്ങനെ രക്തമൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു അറുകൊലയാണ്. അദ്ദേഹത്തിന് ഇവർക്ക് കൊടുത്തു വിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ വെച്ച് ആചരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇവരുടെ ധർമ്മദേവത അല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ദോഷം വന്നുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് ദോഷം വരിക. അങ്ങനെ ദോഷം വന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും കാലഭൈരവ മൂർത്തിയെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഭഗവാനെ നീ എന്നെ കാത്തോണം, ആ കുടുംബത്തെ
രക്ഷിക്കാനുള്ളൊരു വഴി നീ എനിക്ക് കാണിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. അപ്പം ഞാൻ അവരുടെ വീട്ടിലേക്ക് പോകുന്ന യാത്രാമധ്യേ എനിക്ക് പെട്ടെന്നൊരു ഇങ്ങനെ ഒരു മയക്കം പോലെ വന്നു. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഞാൻ കാണുവാണ് ഒരു കുറഞ്ഞ് മെലിഞ്ഞ ഒരു പട്ടി ഇങ്ങനെ നടന്നു പോയിട്ട് ഇവരുടെ വീട്ടുമുറ്റത്ത് ചെല്ലുമ്പോൾ അത് ബോധം കെട്ട് താഴോട്ട് വീഴുന്നു. അവിടെ ഒരു 8 വലിയ നായ്ക്കൾ ഇങ്ങനെ നിരക്കിയിരിക്കുന്നു. അവരുടെ പുറകിലായിട്ട് ഒരാൾ ഒരു വടി ഇങ്ങനെ ചൂണ്ടുന്നു, എൻ്റെ നേരെ ഇങ്ങനെ ചൂണ്ടുന്നു എന്ന് ഞാൻ കണ്ടു. ഞാൻ ഞെട്ടി എഴുന്നേറ്റു പെട്ടെന്ന് തന്നെ. അപ്പോഴേ എൻ്റെ ഉറക്കം എല്ലാം പോയി. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ഈ കാലഭൈരവനേക്കാൾ ഈ നായയെ കൊണ്ട് ചിന്തിക്കുന്നത് ഭൈരവമൂർത്തികളെയാണ്. ഏതോ ശക്തനായ ഒരു മഹാദേവ സാന്നിധ്യം ആ മണ്ണിലുണ്ടെന്നും നമ്മളെ എതിർക്കും എന്നുമാണ് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താണ് ഇത്, ഈ മലനട മുത്തപ്പനാണ്. അദ്ദേഹം ഈ ഉഗ്രശക്തി ഉള്ള മഹാദേവനെ 8 മഹാദേവൻ്റെ ഉഗ്രമൂർത്തികളുണ്ട്, അവരെ പൂജിച്ചതായ ആളാണ് ഇദ്ദേഹം. അപ്പോൾ ഈ കാലഭൈരവൻ അദ്ദേഹത്തിന് മുന്നേ ഒന്നുമല്ല എന്ന് കാണിച്ചതാണ് നമ്മളെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനേക്കാൾ മുകളിലുള്ള ഒരു മൂർത്തിയെക്കുറിച്ച് ചിന്തിക്കും. ഇദ്ദേഹത്തിനെ അവിടുന്ന് മാറ്റണമല്ലോ, നമ്മൾ ദോഷത്തിൽ നിന്ന് മാറ്റണമല്ലോ. പക്ഷെ അദ്ദേഹത്തിനോട് ബലപ്രയോഗത്തിനല്ല നമ്മൾ പോകുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുത്ത് ശാന്തമാക്കി അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കാനാണ് പോകുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ ആര് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു മൂർത്തിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു കിട്ടി. അപ്പോൾ അത് ആനമർദ്ദ എന്ന് പറയും. അപ്പോൾ അത് പഴയ കാലത്തെ ഈ പഴയകാല മാന്ത്രികരുടെയൊക്കെ കയ്യിലും ഉള്ളതാണ്. ഭയങ്കര ഉഗ്രശക്തിയുള്ള മൂർത്തിയാണ് ഈ ആനമർദ്ദ എന്ന് പറയുന്നത്. ആനയും ഒരു അറുകൊലയും പിന്നെ ഒരു ഗുരുനാഥനും സൂര്യനും ചേർന്ന് നിൽക്കുന്ന രൂപമാണ് ആനമർദ്ദ എന്ന് പറയുന്നത്. അതിനെ വിളിച്ച് കളത്തിൽ വിളിച്ച് നമ്മൾ അതിന് വറവൊടിയോ അതിന് നേദ്യങ്ങളുണ്ട്. അതിലൊന്നും മാത്രമാണ് വറവൊടി, മറ്റ് സാധനങ്ങളും കൂടെ ഉണ്ട്. അത് കൊടുക്കുക. അതൊന്നും നോൺ വെജ് ഐറ്റം അല്ല, ശുദ്ധമായ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങളാണ്. അത് കൊടുത്തിട്ട് നമ്മൾ പറയും ഈ ദോഷം മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ മലനട മുത്തപ്പൻ്റെ ദോഷത്തെ മാറ്റി അങ്ങോട്ട് നിർത്തും. ഉപദ്രവിച്ചിട്ടല്ല, മാറ്റി നിർത്തും. അപ്പോൾ നമ്മൾ മലനട മുത്തപ്പന് മലയ്ക്ക് കൊടുക്കുന്ന പോലെ വെറ്റയും പാക്കും ഒക്കെ വെച്ചിട്ട് ഇല്ല മുറുക്കാൻ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അനുകൂലാവസ്ഥ നമ്മൾ വാങ്ങിയെടുക്കും. അങ്ങനെയാ ചെയ്യേണ്ടത് കർമ്മം. അല്ലാതെ ഒരാളെ മറികടക്കാൻ മറ്റൊരാളെ കൊണ്ട് പറ്റും. ആ ദേവൻ അവിടെ നിന്ന് മാറും. ഇപ്പോൾ അവർ ഭയങ്കരമായ നല്ല രീതിയിൽ അവർ ജീവിക്കുന്നത്, സാമ്പത്തികമായിട്ടും അവർക്കുണ്ട്, അവരുടെ കുടുംബാന്തരീക്ഷവും ഒരുപാട് ബെറ്ററാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ദേവത എതിര് നിന്നാൽ നമുക്കത് മാറ്റാനൊക്കെ പറ്റും. പക്ഷെ ഇതിൻ്റെ കൂടെ എല്ലാം ഓരോ ഗുരുനാഥനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ ആനമർദ്ദ എന്നൊക്കെ പറഞ്ഞ പണ്ടുള്ള മൂർത്തിയുടെ കൂടെ ആനയോട് ചെന്ന് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? നമ്മൾ പറയുന്നത് ഇവർക്ക് മനസ്സിലാവണ്ടേ? അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അറുകൊലയോ ഒരു ഗുരുനാഥനോ കാണും. ആ ഗുരുനാഥനാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളെ അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു ഗുരുനാഥന്മാരും ഇല്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു ഗുരുനാഥനെ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അത് കണക്ട് ആകുന്നത്? നമുക്ക് ഗുരുനാഥൻ ഇല്ല എന്നുള്ള നമ്മുടെ തോട്ട് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് തോന്നുന്നതല്ലേ? നമുക്കെല്ലാവർക്കും ഗുരുനാഥന്മാരുണ്ട്. നമ്മുടെ ഗുരുനാഥന്മാരിൽ പലരും ബ്രഹ്മരക്ഷസോ ഒരു അറുകൊലയോ ആണ്. അറുകൊല എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയമാണ്. അറുകൊല എന്ന് പറഞ്ഞാൽ ആരും കൊല ചെയ്യപ്പെട്ടയാൾ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അങ്ങനല്ല. അത് ശിവനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് പൂജിച്ച് ഉപാസിച്ചെടുത്ത ഒരു ദ്രാവിഡൻ, അല്ലെ ഒരു ബ്രാഹ്മണനായിക്കോട്ടെ, കുറച്ച് ടെററായിട്ട് ഭഗവാനെ പൂജിച്ച ഒരാൾ, അതാണ് അറുകൊല എന്ന് പറയുന്നത്. അറുകൊല മുത്തപ്പൻ എന്ന് വിളിക്കും. നമ്മുടെ തന്നെ കാരണവരാണ്. അദ്ദേഹം അരുംകൊല ചെയ്യപ്പെട്ട ആളൊന്നുമല്ല. അദ്ദേഹം നമുക്ക് ബാധയായാൽ നമ്മളെ വല്ലവരും വന്ന് ഉപദ്രവിച്ചേക്കാം. ബാധയായാൽ നമുക്ക് കുറച്ച് കഷ്ടനഷ്ടങ്ങൾ, ഭയങ്കരമായ കഷ്ടനഷ്ടങ്ങൾ നമുക്കുണ്ടായേക്കാം. അതുകൊണ്ടാണ് ഈ അറുകൊല എന്നൊക്കെ പറയുന്നത്. പക്ഷെ അദ്ദേഹം ഒരു ഗുരുനാഥനാണ്. ശിവൻ അല്ലെങ്കിൽ ഭദ്ര അല്ലെങ്കിൽ അതിനേക്കാൾ ഉഗ്ര ശക്തിയിലുള്ള ദേവതകളെ പൂജിച്ച ഒരാൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഈ ചെറിയ വയസ്സിൽ മരിക്കുന്ന കുട്ടികളെ അറുകൊല എന്ന് വിളിക്കുന്നത് അങ്ങനെ ആരും വിളിക്കാറില്ല. അതൊക്കെ ചാവാണ്. ചെറിയ കുട്ടികൾ കന്യാവ് അല്ലെ കന്നിച്ചാവ് എന്നൊക്കെ പറയും. അതൊക്കെ ചാവാണ്. അത് അറുകൊലയല്ല. മന്ത്രവാദം പഠിച്ച ഭയങ്കരമായിട്ട് ശിവനെ ഉപാസിച്ചിട്ട് അല്ലെ ഭദ്രകാളി ഉപാസിച്ചുള്ള ഒരാളെയാണ് അറുകൊല എന്ന് വിളിക്കുക. അല്ലാതെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിളിക്കുന്നതിൻ്റെ അറിവില്ലായ്മയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരുപാട് അറിവുള്ള ആളെന്നല്ല പറഞ്ഞേ, പക്ഷെ സത്യം അതാണ്. അപ്പോൾ ഈ ഗുരുനാഥനെ കുറിച്ച് കൂടെ പറയാം. ഗുരുനാഥൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പൂർവികരായിട്ടുള്ള നമുക്ക് അറിവ് തരുന്നവൻ ആരോ അവൻ നമ്മുടെ ഗുരുനാഥനാകുന്നു എന്നല്ലേ? നമുക്ക് അറിവ് പറഞ്ഞു തരുന്ന എല്ലാവരും നമ്മുടെ ഗുരുനാഥന്മാർ തന്നെയാണ്. നേരായ വഴിക്ക് നയിക്കുന്നവൻ, തെറ്റായ വഴി കൂടെ അല്ല, നേരായ വഴി കൂടെ നമ്മളെ നയിച്ച് നമുക്ക് അറിവ് പറഞ്ഞു തരാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ ഗുരുനാഥൻ. അത് നമ്മുടെ പൂർവികമായിട്ട് ഈ പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇവരിങ്ങനെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു വെളിപാടുണ്ടാകുകയാണ്, വീട്ടിലെ കഷ്ടനഷ്ടങ്ങളാണ്,
ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടില്ല, ഏതെങ്കിലും ഒരു ഭഗവാനെ പൂജിച്ചാൽ രക്ഷ പിടിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുക. അപ്പോൾ അയാളുടെ കുടുംബം നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കാം പോകുന്നത്. ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവാം, ചിലപ്പം വിവാഹം പോലും കഴിച്ചിട്ടുണ്ടാവില്ല. പോവും, അലഞ്ഞു തിരിഞ്ഞ് ഭിക്ഷയെടുത്ത് കാശിയിലോ രാമേശ്വരത്തോ ഒക്കെ പോയി ഭഗവാനെ പ്രാർത്ഥിച്ച് കുറേ കാലം കഴിയുമ്പോൾ ഒരു സിദ്ധിയൊക്കെ കൈവരും. കുറേ ആളുകളോടുള്ള സഹവാസം കൊണ്ടും കുറച്ച് ലൊട്ടിലൊടുക്കും മന്ത്രവാദമൊക്കെ പഠിച്ച് തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞ് ഇദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്ന് ഒരു കല്ലെടുത്ത് വെച്ച് ഭഗവാനെ അങ്ങ് പ്രാർത്ഥിക്കും. കാലാന്തരത്തിൽ ഈ കല്ലിന് ജീവൻ വയ്ക്കും. ജീവൻ വയ്ക്കുക എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലല്ല, ചൈതന്യം, ഭഗവാന്റെ ചൈതന്യം കാലാന്തരത്തിൽ ഇതിലേക്ക് വരും. അപ്പോൾ അവിടെ ഒരു ദേവതാ സങ്കേതം പോലെയായി. പിന്നെ ആ കുടുംബക്കാരെല്ലാം പിന്നെ അതിനെയായി പ്രാർത്ഥന, അവരുടെ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും, അവർ രക്ഷപ്പെട്ടു തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും? അദ്ദേഹമാകുന്നു ഗുരുനാഥൻ. നമ്മുടെ ഒരു 5 തലമുറയ്ക്ക് ശേഷം ഇദ്ദേഹം നമുക്ക് ഗുരുനാഥ സ്ഥാനത്ത് വരും, ഇല്ലേ യോഗീശ്വര സ്ഥാനത്ത് വരും, ഇല്ലേ മുത്തപ്പൻ്റെ സ്ഥാനത്ത് വരും. ആ വരുന്ന ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ അവൻ ചിലപ്പോൾ ഈ ഗുരുനാഥൻ്റെ അനുഗ്രഹത്തോടെ ജനിച്ചവനായിരിക്കാം. ഒരു 5-6 തലമുറയൊക്കെ ഇങ്ങനെ ആചരണം ഇല്ലാണ്ട് പോയിട്ടേ ഒരു 6ാമത്തെ തലമുറ വരുമ്പോഴേക്കും ഇത് വരും, ഈ ഗുരുനാഥൻ വരും. ഈ ഗുരുനാഥൻ്റെ അനുഗ്രഹത്തിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവൻ ഗുരുനാഥനുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ ഇവൻ വീണ്ടും പൂജ കാര്യങ്ങൾ തുടങ്ങും, വീണ്ടും കുടുംബം രക്ഷപ്പെടും. ഞാനൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടു വന്നതാണ്. അല്ലാണ്ട് എനിക്ക് അങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടോ ഇല്ല എൻ്റെ മാതാപിതാക്കൾ പോലും ഇല്ല ഇന്ന പ്രായത്തിൽ പ്രാർത്ഥിക്കണം, ക്ഷേത്രത്തിൽ പോകണം, അങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അമ്മ കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെ നാമമൊക്കെ ജപിക്കാൻ ഇരുത്തുമായിരുന്നു. അത് നമ്മൾ എങ്ങനെയെങ്കിലും ചൊല്ലി തീർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് അന്നൊക്കെ ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷെ മുതിർന്നതിന് ശേഷം തേടിക്കെട്ടി കണ്ടുപിടിച്ചതാണ് എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നതായ എല്ലാ ഇതും. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ പറയും, പണ്ട് ഭയങ്കര മന്ത്രവാദികൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മുടെ മൈൻഡിൽ എവിടെയോ കിടപ്പുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് അതിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോയിട്ടില്ല. നമ്മൾ ജോലി, കുടുംബം അങ്ങനെ അങ്ങ് പോയി. പക്ഷേ ഒരു സമയമായപ്പം അവർ ശക്തമായിട്ട് ഇങ്ങ് കയറി വന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഈ ഉറുമ്പ് അരിമണി പിറക്കി കൂട്ടുന്ന പോലെ കൂട്ടിയാണ് ഞാൻ ഓരോ സമ്പാദ്യങ്ങളും ഉണ്ടാക്കി വെച്ചത്, ജോലി ചെയ്ത് സമ്പാദിച്ചത്. അത് മുഴുവൻ അവർക്ക് അടിച്ചു നിരപ്പാക്കാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. അവിടുന്ന് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് പിന്നെ അവരെന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പോഴേക്കും എൻ്റെ സകല സമ്പത്തും സകല ഐശ്വര്യങ്ങളും അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നിട്ട് കൊണ്ടുവന്ന് ഓരോന്നോരോന്നായിട്ട് പഠിപ്പിച്ച് തന്ന് ഇപ്പോൾ ഇവിടെ എത്തിച്ചു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രൈം മിനിസ്റ്റർക്കൊക്കെ ആണെങ്കിലും അവരുടെ അസിസ്റ്റൻറ്റുകളുണ്ടല്ലോ, അവർക്ക് എല്ലായിടത്തും നേരിട്ട് ചെന്ന് എല്ലാം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് കുറേ കാറ്റഗറി ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഭഗവാന്റെ ഏതോ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഭഗവാൻ നേരിട്ട് തിരഞ്ഞെടുത്ത ഒരാൾ. ഒരുപാട് ദേവതകൾക്ക് വെള്ളം കൊടുക്കാനും ഈ വെച്ചാരാധനയൊക്കെ നിന്നുപോയ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ഉള്ള ദേവതകൾക്ക് വെള്ളം കൊടുക്കാനും കുറേ പ്രേതാത്മാക്കൾ ദുരിതപ്പെട്ട് കിടക്കുന്നവരെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കാനും കുറേ മനുഷ്യർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനുമായിട്ട് ഭഗവാൻ തിരഞ്ഞെടുത്ത ഒരാൾ എന്ന് മാത്രമേ ഞാൻ എന്നെക്കുറിച്ച് കരുതിയിട്ടുള്ളൂ.